നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി. വളരെ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അതായത് പഴയ തലമുതിർന്ന നേതാക്കളെ മാറ്റിയിട്ട് പകരം പുതിയ യുവനിരയെ രംഗത്തിറക്കുന്നു. അപ്പോൾ ഇതൊരു സാധാരണ തലമുറ മാറ്റം മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അതോ ചില വിശകലനങ്ങളിൽ പറയുന്ന പോലെ ഇതൊരു തരം മോഡേൺ പർജ് അഥവാ ശുദ്ധീകരണമാണോ? ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ വിശകലനത്തിന്റെ എല്ലാം കാതലെന്ന് പറയുന്നത് ഈ ഒരു ചോദ്യമാണ്. ബി.ജെ.പിയുടെ ഈ മാറ്റം അത് ശരിക്കും അധികാരം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണോ, അതോ പുതിയൊരു നേതൃത്വത്തിന് കീഴിൽ പവർ മുഴുവൻ ഒരിടത്ത് കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണോ? ഈ സ്രോതസ്സുകൾ മുന്നോട്ടുവെക്കുന്ന പ്രധാനപ്പെട്ട ആശയവും ഇതുതന്നെ. ഈ വിശകലനം തുടങ്ങുന്നത് തന്നെ കുറച്ചൊരു പ്രൊവോക്കേറ്റീവായ ഒരു ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ വെച്ചാണ്. എന്തുകൊണ്ടാണ് ബി.ജെ.പിയുടെ ഈ പുതിയ സ്ട്രാറ്റജിയെ ഇങ്ങനെയൊരു പേരിട്ട് വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ താരതമ്യം വരുന്നത്? സ്റ്റാലിന്റെ ആ ഗ്രേറ്റ് പേർജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പഴയ നേതാക്കളെ, ഓൾഡ് ഗാർഡിനെ മുഴുവനായി ഒഴിവാക്കി തന്നോട് മാത്രം കൂറുള്ള പുതിയ ആളുകളെ നിയമിക്കുക, അല്ലേ? ഒരു തരത്തിൽ നോക്കിയാൽ ബി.ജെ.പിയും അതുപോലൊരു കാര്യമല്ലേ ചെയ്യുന്നത്? വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ളവരെ മാറ്റി നിർത്തിയിട്ട് പുതിയ മുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു. അപ്പോൾ രണ്ടിലും ഒരു കോമൺ ഫാക്ടറുണ്ട്. പഴയതിനെ ഒഴിവാക്കുക, പുതിയ വിശ്വസ്തരായ ഒരു ടീമിനെ അധികാരത്തിൽ കൊണ്ടുവരിക. അതുകൊണ്ടുതന്നെ ഇതിന്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാലിന്റെ ആ ശുദ്ധീകരണത്തിന്റെ വ്യാപ്തി എത്ര വലുതായിരുന്നു എന്ന് ഈയൊരു കണക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പാർട്ടിയിലുണ്ടായിരുന്ന 18% അംഗങ്ങളെയാണ് അദ്ദേഹം ഇല്ലാതാക്കിയത്. ഇത് സോവിയറ്റ് യൂണിയന്റെ സൈന്യത്തെ വല്ലാതെ ദുർബലമാക്കി, പിന്നീടതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ബി.ജെ.പിയുടെ തന്ത്രങ്ങളിലേക്ക് തിരികെ വരാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബി.ജെ.പി. ശരിക്കും എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഈ യുവത്വത്തിൽ ഫോക്കസ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് പിന്നിലുള്ള പ്രധാന നീക്കങ്ങൾ? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ സ്ട്രാറ്റജി നടപ്പിലാക്കാൻ അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂളാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. അതായത് പാർട്ടിയുടെ ആ ഒരു സാധാരണ വഴികളിൽ നിന്നൊക്കെ മാറി പുറത്തുനിന്ന് പുതിയ ടാലന്റുകളെ കണ്ടെത്താനും അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുമാണ് ഇതിലൂടെ ബി.ജെ.പി. ശ്രമിക്കുന്നത്. ഇതൊരു ചെറിയ കളിയല്ല. ഈ നീക്കത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. 1,00,000 ചെറുപ്പക്കാരെയാണ് രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നത്. ഇത് തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പുതിയ സ്ട്രാറ്റജിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അത് വളരെ ക്ലിയറാണ്. ഒന്നാമത്തെ കാര്യം, 1993 ശേഷം ജനിച്ചവരെ, അതായത് പുതിയ തലമുറയെ രാഷ്ട്രീയത്തിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. രണ്ടാമതായി, ഇതിനെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കണം. ആർക്കെതിരെ? കോൺഗ്രസ് പോലുള്ള എതിരാളികളുടെ കുടുംബവാഴ്ചയെ എടുത്തു കാണിക്കാൻ. പിന്നെ മൂന്നാമത്തൊരു പോയിന്റ്, യുവാക്കൾക്കിടയിൽ ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് കംഫോർട്ട് സോണിൽ ഒതുങ്ങിക്കൂടാതെ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം. ശരി, ഈ ദേശീയ തലത്തിലുള്ള സ്ട്രാറ്റജി കേരളം പോലുള്ള ഒരു യുണീക്ക് പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്കതൊന്ന് നോക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. കേരളത്തിൽ ഇടതുവലതു മുന്നണികളുടെ ആധിപത്യം തകർക്കാൻ ബി.ജെ.പി. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ തുടങ്ങി മറ്റു പാർട്ടികളിൽ അസംതൃപ്തരായ നേതാക്കന്മാരെ കണ്ടെത്തുന്നു, അവരെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നു. അതോടൊപ്പം തന്നെ സാധാരണ രാഷ്ട്രീയത്തിന് പുറത്തുനിന്നുള്ള പുതിയ മുഖങ്ങളെയും അവതരിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാളെ, അതായത് ഒരു ടെക്നോക്രാറ്റിനെ, ട്രഡീഷണൽ RSS ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്തൊരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി സ്വന്തം പരമ്പരാഗത രീതികൾ പോലും മാറ്റിവെക്കാൻ പാർട്ടി തയ്യാറാണ് എന്നതിന്റെ വ്യക്തമായൊരു സൂചനയാണിത്. ശരി, ഇത്രയും വലിയൊരു മാറ്റം വരുത്തുമ്പോൾ അതിന് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്ട്രാറ്റജിയുടെ പോസിറ്റീവ്സ്? എന്തൊക്കെയാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ? നമുക്കതൊന്ന് പരിശോധിക്കാം. ഈ സ്ട്രാറ്റജി എത്രത്തോളം കോംപ്ലക്സ് ആണെന്ന് ഇവിടെ നമുക്ക് കാണാം. ഒരു സൈഡിൽ നോക്കിയാൽ പുതിയ ആശയങ്ങൾ, കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള ഒരു സ്റ്റാൻഡ്, ഇതൊക്കെ പാർട്ടിയെ കൂടുതൽ ആകർഷകമാക്കുന്നു. പക്ഷേ മറുഭാഗത്തോ അനുഭവസമ്പത്തില്ലാത്തതും അധികാരം ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതുമായ അപകടങ്ങളുമുണ്ട്. നമുക്കാദ്യം ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ വരുന്ന യുവനേതാക്കള് ഡിജിറ്റൽ ഇന്ത്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മോഡേൺ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ഇത് പാർട്ടിയുടെ ഇമേജിനെ ഒന്ന് ഫ്രഷാക്കാനും പ്രത്യേകിച്ച് യുവ വോട്ടർമാരെ ആകർഷിക്കാനും ഒരുപാട് സഹായിക്കും. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പാർട്ടി അതിന്റെ വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള നേതാക്കളെ എത്രത്തോളം മാറ്റി നിർത്തുന്നു?
എന്നിട്ട് ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു പുതിയ തലമുറയെ എത്രത്തോളം ആശ്രയിക്കുന്നു? ഈയൊരു മാറ്റം പാർട്ടിയുടെ കെട്ടുറപ്പിനെയും സ്റ്റെബിലിറ്റിയെയും എങ്ങനെ ബാധിക്കുന്നെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി നമുക്ക് ഇതിന്റെ ദോഷവശങ്ങളിലേക്ക് വരാം. ഈ അനുഭവസമ്പത്തുള്ള നേതാക്കളെയെല്ലാം ഒഴിവാക്കുമ്പോൾ ലോക്കൽ പൊളിറ്റിക്സിന്റെ ആ സങ്കീർണതകൾ മനസ്സിലാക്കാനുള്ള കഴിവ് ചിലപ്പോൾ പാർട്ടിക്ക് നഷ്ടപ്പെട്ടേക്കാം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാലിന്റെ ശുദ്ധീകരണത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിനു മുൻപ് റെഡ് ആർമി ദുർബലമായതുപോലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു നിർണായക ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ വിശകലനത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഒന്നിച്ചെടുത്ത് നമുക്കിതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം. അവസാനം എല്ലാ ചോദ്യങ്ങളും ഈയൊരു കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ മാറ്റത്തിന്റെ യഥാർത്ഥ ഉദ്ദേശമെന്താണ്? അധികാരം കൂടുതൽ ആളുകളിലേക്കെത്തിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണോ? അതോ നിലവിലെ നേതൃത്വത്തോട് മാത്രം കൂറുപുലർത്തുന്ന ഒരു പുതിയ അധികാരവർഗത്തെ സൃഷ്ടിച്ചെടുക്കുകയാണോ? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ബിജെപിയുടെ ഈ പുതിയ തന്ത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുമോ? അതോ അധികാര കേന്ദ്രീകരണത്തിന്റെ ചരിത്രത്തിലെ അതേ പാതയിലൂടെ വീണ്ടും സഞ്ചരിക്കുകയാണോ? ഇതിനുള്ള ഉത്തരം കാലം തന്നെ നമുക്ക് കാട്ടിത്തരും.